മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അതിന് മുമ്പ് ഞങ്ങൾ 2-3 സ്ഥലങ്ങൾ കാണാനായിട്ട് പോകും. അത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കിടക്കാനൊക്കെ നല്ല സുഖമാണ് ഗൈസ്. നല്ല തണുപ്പുണ്ട്. ഞാൻ ഇനി പൊതിച്ച് മൂടി കിടക്കും. ഇന്നലെ സ്വിമ്മിങ് പൂളിലൊക്കെ കളിച്ച് അവിടെ കാല് നല്ല തണുപ്പാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇപ്പോൾ റിസോർട്ടിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. തണുപ്പുണ്ടായിരുന്നു, അവിടെ നിന്ന് കോടയും വരെ ഉണ്ടായിരുന്നു. ഇപ്പം നോക്കുന്നത് അത് കിണറാണോ എന്ന് ഞങ്ങൾ നോക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അവിടെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ചോക്കോസ്, കോൺഫ്ലെക്സ്, പാല്, ഓംലെറ്റും ടീയും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും കേട്ടോ. ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ ബട്ടർ ജാം ഉണ്ടായിരുന്നു. കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് അവിടെ വാട്ടർമെലനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകുന്നത് റിസോർട്ടിൻ്റെ ചുറ്റി കറങ്ങാനാണ് കേട്ടോ പോകുന്നത്. അപ്പോഴേക്കും കോടയും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെയായിട്ടൊരു കുഞ്ഞ പാറയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് കയറാനാണ് ഇപ്പോൾ പോകുന്നത്. സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാറയുടെ മുകളിൽ കയറി. പിന്നെ അവിടെ നിന്നായി ഫോട്ടോസൊക്കെ എടുക്കല്. ഇപ്പം ഞങ്ങൾ അവിടെ നിൽക്കുന്നത് പേരയ്ക്ക പറിക്കാനാണ്. അച്ഛൻ ഓരോ പേരയ്ക്ക എനിക്ക് പറിച്ചു തരും, ഞാനത് കൊണ്ടുപോയി കഴിക്കും കേട്ടോ. ഇവിടെ തന്നെയായിട്ടൊരു കുഞ്ഞ് പാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻപോളിൻ, സ്വിങ്, സീസോ, പിന്നെ ഒരു കുഞ്ഞ് ആനയുടെ പൂളയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ കുറേ നേരം ഊഞ്ഞാലാടി. ഞാൻ പേരയ്ക്കയും കഴിച്ചിട്ട് ഊഞ്ഞാലാടി കേട്ടോ. ഇനി ഒരു പ്രഹസനമാണ് നിങ്ങൾ കാണുന്നത്. ആനയുടെ മുകളിൽ കയറി അവിടെ തന്നെ ഞാനൊരു കുഞ്ഞ പേരും ഇട്ടു കേട്ടോ ആനയ്ക്ക്. ഡിങ്കുഡു മോൻ എന്നാണ് ഞാൻ ഇട്ട പേര്. ഇങ്ങനെ ഞങ്ങളെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ ഞങ്ങൾ വീണ്ടും വില്ലയിൽ പോയി ബാഗൊക്കെ പാക്ക് ചെയ്തു. തിരിച്ച് വണ്ടിയിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതിന് മുൻപായിട്ട് കുറേ സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ 12 പേരും ഇല്ലേ നോക്കിയിട്ടൊക്കെ അങ്ങോട്ട് പോവാണ് സ്ഥലത്തേക്ക്. കോട വന്നപ്പോൾ തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയിട്ട് ഫോട്ടോസ് എടുത്തു.
വിളിച്ച് പോവാണ്. 12 പേരുള്ളതുകൊണ്ട് 2 ജീപ്പിനകത്താണ് പോകുന്നത്. വണ്ടി ചാടി 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 ഇരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. മഴയില്ലാത്തത് ഭാഗ്യമാണ്. മഴയുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല. തെന്നി തെന്നി ഇരിക്കും കിടക്കാം. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ കള്ളിപ്പാറയിൽ എത്തി. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കാറ്റാണ് വന്നുകൊണ്ടിരുന്നത്. ജീപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞാൻ മുടി പിന്നിയിട്ടേക്കായിരുന്നു. അതുമല്ല ക്ലിപ്പും കൊണ്ട് ഞാൻ വലിയ മുടിയൊക്കെ പിന്നിയിട്ടേക്കായിരുന്നു. ജീപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ മുടി ഫുള്ള് പറന്ന് ക്ലിപ്പ് വേറൊരു സ്ഥലത്തായിരുന്നു. അത്രയ്ക്ക് തണുപ്പായിരുന്നു. അപ്പുറത്ത് തമിഴ്നാടും ഇപ്പുറത്ത് കേരളയുമായിട്ടാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുണ്ടെങ്കിൽ നമ്മളെ വലിച്ചിട്ടായിരിക്കും അങ്ങോട്ട് പോവുക. ഇതാണ് അപ്പോൾ കള്ളിപ്പാറ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ. നിങ്ങൾക്ക് ചിലപ്പോൾ കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അവിടെ നിന്ന് പൊടി പറക്കുണ്ടായിരുന്നു. അപ്പോൾ കണ്ണിലേക്ക് പോകാണ്ടിരിക്കാനായിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചു. പക്ഷെ ഞാനത് കഴിച്ച് മാറ്റി. നല്ല രസമായിരുന്നു കേട്ടോ. ഞാനൊരു സ്ഥലത്ത് പിടിച്ചൊക്കെയായിരുന്നു നിന്നത്. അല്ലെങ്കിൽ നമ്മളെ വലിച്ചിട്ട് ആ തമിഴ്നാട്ടിലേക്ക് ഇടും കേട്ടോ. ഞങ്ങൾ 5 പേരും പിടിച്ച് മുറുക്കി വെച്ചേക്കാണ്. എങ്ങാനും വിട്ട് കഴിഞ്ഞാൽ ഒരാൾ വേറെ സ്ഥലത്തേക്ക് പോകും കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോവാണ്. ജീപ്പിനകത്താണ് തിരിച്ചു പോകുന്നത്. പിന്നെ പോയത് ചതുരംഗപ്പാറയിൽ. ഈ കാറ്റ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നും ഇല്ല കേട്ടോ. പക്ഷെ കാറ്റുണ്ടായിരുന്നു. പക്ഷെ ഈ കള്ളിപ്പാറയിൽ കൂടുതൽ കാറ്റുണ്ടായിരുന്നില്ല. ചതുരംഗപ്പാറയിൽ പോയതിന് ശേഷമാണ് ഈ ഒരു കുഞ്ഞ് വാട്ടർഫോൾസ് കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കള്ളിപ്പാറയും കണ്ടു, ചതുരംഗപ്പാറയും കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞ് വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. സോറി ഗൈസ്, വാട്ടർഫോൾ. അങ്ങനെ കുഞ്ഞ് ഒരു ചെറിയ വാട്ടർഫോൾ അല്ലെങ്കിൽ വെള്ളച്ചാട്ടം കാണാനാണ് ഇപ്പോൾ പോകുന്നത്. എല്ലാവരും ജട വിടർത്തിയൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഞാൻ അതൊന്നും കണ്ടില്ല. ഞാനാണെങ്കിൽ അങ്ങോട്ട് പോവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വാട്ടർഫോള് കാണാനായിട്ട് അവിടെ എത്തിയിട്ടോ. അവിടെ തന്നെ കുറേ പേര് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു, കുളിക്കുന്നുണ്ടായിരുന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിനകത്തൊന്നും പറ്റില്ല. ഞാനാണെങ്കിൽ കൈയൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ മുക്കി. ഭംഗിയുണ്ടായിരുന്നു കേട്ടോ വെള്ളച്ചാട്ടം കാണാനായിട്ട്. വലിയ മരം കണ്ടോ? ഇതിനകത്ത് ആദ്യം അച്ഛൻ കയറിയിട്ടോ. അപ്പോൾ ആർക്കാണെങ്കിലും കൊതി തോന്നില്ലേ? അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും കയറി. ഞാനും പത്മ ചേച്ചിയും അച്ഛനുമായിരുന്നു. അച്ഛൻ ഓൾറെഡി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും കൂടിയൊക്കെ കയറിയിട്ട് അവിടെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു.
പോവാണ് ജീപ്പിൽ. കാറിൽ കയറി പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അവിടെ നിന്നൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ പൊന്മുടി അടിമാലിയൊക്കെ എത്തിയപ്പോഴേക്കും ഇവിടെ ഒരു പൊന്മുടി അടിമാലി ഒരു ഡാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഞാനും അച്ഛനും പത്മ ചേച്ചിയും ദേവൻ ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി താഴെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു മുകളിലേക്ക് വന്നു. അവിടെ ഒരു ഹോഴ്സ് റൈഡിങ് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിനകത്തൊന്നും കയറിയില്ല, വേഗം വന്നു. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ആ പാറയുടെ മുകളിലൊക്കെ കയറിയുള്ള ക്ഷീണം ഞാൻ പൊന്മുടി അടിമാലി എത്തിയപ്പോഴേക്കും ഉറക്കം ആയിട്ട് കഴിഞ്ഞു കേട്ടോ. ഞാൻ കമ്മലൊക്കെ ഊരി വെച്ച് നല്ല സുഖമായിട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ മഴയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ അവസാനത്തെ വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, പിന്നെ എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ്. ബൈ.